അതായത് പുലിയെ നേരിട്ട് കണ്ടു തൊട്ടടുത്ത് 100% പുലി തന്നെയാ. പുലി തന്നെ 100%. 8:30 കാണും സമയം. അപ്പൊ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ എല്ലാരും അഴിച്ചുവിട്ട സമയം. ഒരു വലതുവശത്തെ ഒരു ഒച്ചപ്പാട് കേൾക്കാം. അപ്പം പൂച്ചയൊക്കെ ഓടിക്കുന്ന സ്വഭാവമുണ്ട്, ഈ പട്ടിയൊക്കെ. അപ്പൊ പുലി ചാടി ഇവരുടെ നേരെ. ഇവര് പേടിച്ച് കാറി ഓടി ഇങ്ങോട്ട് പോരും ചെയ്തേ. ഞാൻ ഓർത്ത് പൂച്ച ഓടിക്കാന്ന് ഓർത്ത് ഞാൻ ചാടി വന്നിട്ട് ഞാൻ പറഞ്ഞു ഇതെല്ലാം വെള്ളം ഉണ്ടാക്കുന്ന പൂച്ചക്കൊല്ലുവാണെന്ന് ചോദിച്ചു. ഞാൻ ഇതിങ്ങനെ വഴക്ക് പറഞ്ഞു. ഫുഡ് എടുത്തോണ്ട് വരുമ്പോൾ അതിലൊരു പട്ടിയില്ല. അപ്പൊ ഞാൻ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കും ഓർത്ത് വിളിച്ചോണ്ട് നടന്നു. പിന്നെ കണ്ടിട്ടേ ഇല്ല. അന്നേരം നായി കിടന്നിട്ട് ഒരേ ചീറല. ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ എന്തെങ്കിലും തൂറാനായിക്കോന്ന് ഞാൻ വിചാരിച്ചത്. വന്ന് നോക്കിയപ്പോ നായിന്റെ ഇവിടേക്ക് പിടിച്ചു മറ്റേ ഇന്ന് രാവിലെ കണ്ട സാധനം നേരെ മേലോട്ട് കയറി. അതിലെ എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ഇവിടെ തന്നെ ഉണ്ട് പോകുന്നത്. അതിന് പേടിയൊന്നും ഇല്ലെന്ന് കടിച്ചു പിടിച്ചു. ഞാൻ എന്താക്കി, എനിക്ക് പലകയില്ല, പണ്ടത്തെ ഒരു പലകയില്ലേ ഇരിക്കുന്ന പല, അതെടുത്ത് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. പുലി ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ഞങ്ങള് ഗുണ്ടെല്ലാം പൊട്ടിച്ച് ഇവിടെ നോക്കുമ്പോ ഇത് ഇറങ്ങി ഓടുന്ന കണ്ടു. 7 മണി 7:30 ആയപ്പം അവൻ പുലിയെന്ന് പറഞ്ഞു കാർന്ന് കേട്ടു. ഞങ്ങൾ ഇവിടുന്ന് ഓടിച്ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ പറഞ്ഞു മേലോട്ട് കയറിയെന്ന് പറഞ്ഞു. അവർ വന്നു. ഞങ്ങൾ ഉച്ചവരെ ഇവിടെ തപ്പിയായിരുന്നു. അപ്പം ഞാനും അനിയച്ചനും കൂടെ ഇങ്ങോട്ട് കയറി വന്ന നേരെ ഇവിടുന്ന് പുലി നേരെ മുന്നോട്ട് തന്നെ ഇത് ചീറ്റിക്കൊണ്ട് നേരെ മുന്നോട്ട് ഇങ്ങനെ കുറച്ച് മേളിലോട്ട് കയറി. ഞങ്ങൾ അതിന്റെ പുറകെ മേളിലോട്ട് കുറച്ച് കയറിയതാ. നേരെ മുന്നോട്ട് ഇങ്ങ് വന്നില്ലേ. അത് ഞങ്ങൾ അവിടെ കയറി, അവരും കൂടെ കയറി നേരെ മേളിലോട്ട് കയറി പോയത്. ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നമ്മുടെ ജീവന്റെ ഒരു പോയത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അയ്യങ്കുന്ന് പഞ്ചായത്തിൽപ്പെട്ട ചരലിനടുത്തുള്ള ഓസിക്കുന്ന് എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. ഇവിടെ ഇന്നലെ വൈകിട്ട്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വെള്ളിയാഴ്ചയാണ്. ഇന്നലെ വ്യാഴാഴ്ച വൈകിട്ട് ഇവിടെ 2 പേരുടെ നേരെ പുലി ചാടി വരുന്നൊരു സാഹചര്യമുണ്ട്. അവർ പുലിയാണെന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 1-2 പേരുടെ പട്ടികളെ അജ്ഞാത ജീവി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുള്ളതും അവിടുത്തെ ആളുകൾ എന്താണ് പറയുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒന്ന് കണ്ട് അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഓസിക്കുന്ന് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ചരലിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് അയ്യങ്കുന്ന് പഞ്ചായത്ത്. ഇതാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ചരൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കുറച്ച് മുകളിലേക്ക് കയറി വരാനായിട്ടുണ്ട്. ഈ ഒരു വഴിക്ക് വരുമ്പോഴാണ് ഇവരുടെ നേരെ പുലി ചാടി വരുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത് കേട്ടോ. നമുക്ക് ഏതായാലും ആ ഒരു പ്രദേശത്തേക്ക് പോവാം. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് മുഴുവൻ റബ്ബർ തോട്ടവും കശുമാന്തോട്ടവും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ പല വീടുകളും ഇവിടെ മുകളിൽ നിന്ന് കൊഴിഞ്ഞു പോയി കിടക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ഓരോ വീടുകളുള്ളൂ. അപ്പോൾ അവരൊക്കെ രാത്രി നടന്നു വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു കിടപ്രദേശം നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സിജോ. ഇത് എപ്പോഴാണ് ഇന്നലെ സംഭവം നടന്നത്? ഇന്നലെ ഒരു 5:30 ആയപ്പോൾ ഒരു പുള്ളി ഇവിടുന്ന് കണ്ടേ. എന്നിട്ട് പുള്ളി ഇവിടുന്ന് കണ്ട് പേടിച്ചിട്ട് കാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്ത് 2 പേരും കൂടി ഇങ്ങോട്ട് നോക്കാൻ വേണ്ടി വന്നു. നോക്കാൻ വന്നപ്പം അവരുടെ മുന്നിലോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും പുലി ഇവരെ അടുത്തെത്തി. അപ്പൊ പുലി ചാടി ഇവരുടെ നേരെ. ഇവര് പേടിച്ച് കാറി ഓടി ഇങ്ങോട്ട് പോരും ചെയ്തേ. എന്നിട്ട് പിന്നെ നോക്കി വൈകുന്നേരം വന്ന് ഞങ്ങള് ഗുണ്ടെല്ലാം പൊട്ടിച്ച് ഇവിടെ നോക്കുമ്പോൾ ഇത് ഇറങ്ങി ഓടുന്ന കണ്ടു. പിന്നെ ഇന്ന് രാവിലെ ഒരു 7:30 ആയപ്പം ഒരു രവി എന്ന് പറഞ്ഞ പുള്ളി ഇവിടുന്ന് ഇതിനെ കണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് രാവിലെ വന്ന് നോക്കി, പിന്നെ നോക്കിയപ്പോ കണ്ടില്ല. ഇങ്ങനെയാണ് സംഭവം. ഇന്ന് രാവിലെ കണ്ടെന്ന്. ഇപ്പൊ ഒരു കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ടെന്ന് കുറെ പേര് കണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു 10-20 ദിവസമായിട്ട് ഇവിടുന്ന് ഒരു പുള്ളി ടാപ്പിങ് കഴിഞ്ഞ് പോകുമ്പോ റോഡ് സൈഡിൽ നിന്ന് കണ്ടെന്ന് പറയുന്നുണ്ട്. പുലിയാന്ന് പുലിയാന്നാ അവര് പറഞ്ഞത്. എല്ലാരും പുലിയാന്നാ പറഞ്ഞത്. ഫോറസ്റ്റുകാരെല്ലാരും വന്നായിരുന്നു. ആറാട്ടി സംഘം എല്ലാം വന്നായിരുന്നു. വന്നെല്ലാരും നോക്കി പരിശോധിച്ചു. പക്ഷെ അവര് കണ്ടിട്ടില്ല. കണ്ടത് നാട്ടുകാരാ. ഇവിടുന്ന് ഇനി എത്ര ദൂരം ഉണ്ട് ആ സ്ഥലത്തേക്ക്? കുറച്ച് ദൂരം ആണല്ലേ. ഇങ്ങനെ ഈ റബ്ബർത്തോട്ടത്തിന്റെ അങ്ങേ അറ്റത്ത് കൂടിയൊക്കെ ഓടിയ. ഈ വഴിക്കൊക്കെ താമസക്കാരുണ്ടോ? ഇവിടെ 2 വീടുകാര്. ഒന്നെന്റെ വീട്. അതിൽ മറ്റേ ആളെ കണ്ടല്ലേ. ഇതാണ് ഈ പോകുന്ന വഴിയൊക്കെ. 2 വീടുകളെ ഈ പ്രദേശത്തുള്ളൂ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സന്തോഷ്. ഇവിടെ വെച്ച സംഭവം കണ്ടേ? ഇന്നലെ ഞങ്ങൾ ഒരു 5 മണിയായപ്പം ഒരു 5:15 ആയിക്കണം. ഇന്നലെ നോക്കുമ്പോൾ ഇവിടുന്ന് കാർന്ന് വെച്ച കേട്ടു ഒരാള്. അപ്പോൾ നോക്കുമ്പോൾ അവന് ഇവിടുന്ന് ഒരു രവി എന്ന് പറയുന്നവരുന്ന അവൻ കാർന്ന് കേട്ട് ഞാൻ വീട്ടിൽ നിന്ന് വേറെ കൂട്ടുകാരെ വിളിച്ചപ്പോൾ അവന്മാർ പറഞ്ഞു
മറ്റേ നീ എന്നാ പോയി നോക്കടാന്ന് പറഞ്ഞു. പുലിയെന്ന് പറഞ്ഞു നമുക്ക് അറിയത്. ഞങ്ങൾ നേരെ അന്നേരം ഞാനും അനീച്ചാരും കൂടെ കൂടി ഇതിലെ വന്ന് 2 പട്ടി ഉണ്ടായിരുന്നേ. ആ പട്ടീനെയും കൂട്ടി നേരെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പട്ടി അവിടെ എത്തിക്കഴിഞ്ഞപ്പം താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ മണം പിടിച്ച് മേലോട്ട് വന്നു. പട്ടി മണം പിടിച്ച് കോഴീനെ ഇടിയത് മണം പിടിച്ച് മേളിൽ കയറി വന്നു. ഇവിടെ വന്നിട്ട് പട്ടി കുറച്ചു. അപ്പോൾ ഞാനും അനീച്ചാരും കൂടെ ഇങ്ങോട്ട് കയറി വന്നു. നേരെ ഇവിടുന്ന് പുലി നേരെ നേരെ മുന്നോട്ട് തന്നെ ഇത് ചീറ്റിക്കൊണ്ട് നേരെ മുന്നോട്ട് ഇങ്ങനെ കുറച്ച് മേളിലോട്ട് കയറി. ഞങ്ങൾ അതിൻ്റെ പുറകെ മേളിലോട്ട് കുറച്ച് കയറിയതാ. നേരെ മുന്നോട്ട് ഇങ്ങ് വന്നില്ലേ നമ്മുടെ മുന്നോട്ട് നേരെ ഇങ്ങനെ ചാടി കുതിച്ച് ഞങ്ങൾ അവിടെ കയറി അവരും കൂടെ കയറി നേരെ മേളിലോട്ട് കയറിപ്പോയിതേ. കയറിപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ പുലിയെ നേരിട്ട് കണ്ടു തൊട്ടടുത്ത് 100% പുലി തന്നെയാണ്. പുലി തന്നെ 100%. നേരെ വന്നു അവിടുന്ന് നേരെ ഈ കാട്ടിലോട്ട് വന്നു. അവിടെ ഇത് കിടക്കുക. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി നിന്നു. ഞങ്ങൾ അന്നേരം പോർച്ചാരെ വിളിച്ചു. കുറച്ച് ആൾക്കാരെല്ലാം വന്ന് ഞങ്ങൾ നോക്കുമ്പോൾ നേരെ അതിൻ്റെ തന്നെ നിൽക്കുവാണല്ലോ. കുറച്ചുപേർ വന്ന് പടക്കം പൊട്ടിച്ചു. ഒരു 3 പടക്കം പൊട്ടിച്ചിട്ട് ആ സാധനം അവിടെ നനങ്ങിയില്ല. അപ്പോൾ ഈ പടക്കം പൊട്ടിച്ചതിൽ തീ അങ്ങ് കുടുങ്ങി. തീ കത്തിയോടെ ഈ സാധനം എന്ത് ചെയ്തു എന്നിട്ട് നേരെ അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് നേരെ താഴോട്ട് ചെരിഞ്ഞ് ഞങ്ങൾ നേരെ അപ്പുറത്തോട്ട് പോയി. ഞങ്ങൾ കുറേ നേരം നോക്കി. ഒരു 10 മണി നേരമൊക്കെ ഞങ്ങൾ നോക്കി. അത് കണ്ടില്ല. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ ഒരു 7 മണി 7:30 ആയപ്പം അവൻ പുലിയെന്ന് പറഞ്ഞു കാർന്ന് കേട്ടു. ഈ രവി ഞങ്ങൾ ഇവിടുന്ന് ഓടിച്ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു മേലോട്ട് കയറിയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ചു. അവർ വന്നു. ഞങ്ങൾ ഉച്ചവരെ ഇവിടെ തപ്പിയായിരുന്നു. പിന്നെ അതിൻ്റെ അഡ്രസ്സിൽ ഇപ്പം ഞാനും പുലി തന്നെ 2 പ്രാവശ്യം കണ്ടല്ലേ? 2 പ്രാവശ്യം. സ്ഥലം കൃത്യം ഒന്ന് കാണിച്ചു തരാമോ? അമ്പതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കേട്ടോ പട്ടി. ഇതൊക്കെ നിങ്ങളുടെ പറമ്പ് തന്നെയാ? ഇത് ഇവൻ്റെ പറമ്പ്. ബാക്കിയോ ആളുകളുടെ അല്ലേ? ഓഹോ അങ്ങനെയാ. മിക്കവാറും സ്ഥലത്ത് ഈ മിച്ചഭൂമി കേട്ടോ പ്രശ്നം ഉണ്ടാക്കുന്നത്. പാടത്ത് ഇപ്പം സ്ഥലം കേട്ടോ. ഞാൻ ചോദിച്ചില്ല പാറയുണ്ടോന്ന്. ഇവിടെ പാറയ്ക്ക് വെള്ളമായിരുന്നു. ഈ പാറയ്ക്ക് വെള്ളമായിരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ആ ചപ്പിൻ്റെ അകത്തായിരുന്നു. ഞങ്ങൾ ഇതിലേ കയറിയത്. ഞങ്ങൾ ഇതിലേ കയറി ആ മരത്തിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങളത് കഴിഞ്ഞ്. ഇവിടെ തീ പിടിച്ചത്. ഓഹോ ഇവിടെ ഉണ്ടല്ലേ? ഇത് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ പാറയുണ്ട്. ആ മരത്തിൻ്റെ അവിടെ നിന്നാണ് തിരിഞ്ഞു വന്നേ ആണല്ലേ? നേരെ എന്നിട്ട് ഇത് ഇവിടെ വന്ന് ഇതിൻ്റെ അകത്ത് നിന്നു. ഓഹോ ഈ കാടിൻ്റെ അകത്ത് തീ പിടിച്ചു കഴിഞ്ഞപ്പം നേരെ അങ്ങോട്ട് പോയി അതിലിറങ്ങിയത്. ഇതിലങ്ങ് പോയില്ലേ? എന്നിട്ട് അവിടെ ഒരു മാവുണ്ട്. അവിടുന്ന് അവൻ്റെ വീടിൻ്റെ അവിടെ നിന്നാണ് കണ്ടത്. രവി എന്ന് പറഞ്ഞ ആൾ അവിടെയാണോ? അവിടെയാണ് താമസിക്കുന്നത്. അതല്ലേ പുള്ളിയുണ്ട് ഇവിടെ? അപ്പുറം ഉണ്ട്, താഴെയുണ്ട്. ആണല്ലേ? അവിടെയുണ്ട്, വീട്ടിലുണ്ട്. അവൻ്റെ പട്ടീനെ പിടിച്ചല്ലോ. ഓ അതെ പട്ടീനെ പിടിച്ചിട്ടുണ്ടല്ലേ? അത് എത്ര ദിവസമായി ആ സംഭവം നടന്നിട്ട്? അതിപ്പോൾ ഒരു 3 ദിവസം. 3 ദിവസം അല്ലേ? 3 ദിവസമായി. ഏതായാലും ഈ പ്രദേശത്തു നിന്നാണ് പുലിയെ കണ്ടത്. നമുക്ക് ഈ പ്രദേശം കണ്ടാൽ തന്നെ അറിയാം. വെട്ടിത്തെളിക്കാതെ ഇങ്ങനെ ഇട്ട് മിച്ചഭൂമി. ഇത് ഈ താഴേക്ക് വരാനുള്ള സ്ഥലമല്ലേ? ഇതിന് മുകളിലേക്കായിരിക്കും മിച്ചഭൂമി അല്ലേ? ഇത് മിച്ചഭൂമി. അതും മിച്ചഭൂമിയാ. അതിൻ്റെ അപ്പുറം അതിപ്പോൾ മറ്റേ രാവിലെ കണ്ടോടെ മിച്ചഭൂമിയാ. അത് രാവിലെ ഉണ്ട് അതിൻ്റെ അകത്തുനിന്നാ. ആണല്ലേ? അതിൻ്റെ അകത്താ ഉള്ളത് സാധനം. ഒരു പട്ടി ഇവിടെ ഉണ്ടല്ലോ. ഇതേപോലെ ഇങ്ങനെ ആ വഴിക്കായിരിക്കും കയറി പോയല്ലേ പുലി? അങ്ങോട്ടാ പോയേ? മറ്റേ ഇന്ന് രാവിലെ കണ്ട സാധനം നേരെ മേലോട്ട് കയറി. അതിലെ എങ്ങോട്ട് പോയെന്നറിയത്തില്ല. മുകളിൽ തന്നെ കാണും അല്ലേ? ഇവിടെ തന്നെ ആണല്ലേ? ഇവിടെ തന്നെ ഉണ്ട്. അത് പോകുന്നേ, അതിന് പേടിയൊന്നും ഇല്ലെന്നേ. അതെ അതെ അതെ. രാവിലെ വന്നിട്ട് അങ്ങോട്ട് പോയത് രവീൻ്റെ അടുത്ത്. വേറെ പട്ടീനെ പോയിട്ടുണ്ട്? അല്ല, അത് അവനപ്പുറം പോയത്. അത് വരും. അല്ലേ? താഴത്തെ വീട്ടിലെ പട്ടീനെ കാണുന്നില്ല. രവി എന്ന് പറഞ്ഞ ആളല്ലേ? അല്ലല്ല, ലിസമ്മ എന്ന് പറഞ്ഞ കൂറ്റിനെ. നമ്മളേതായാലും രവി എന്ന് പറഞ്ഞ രണ്ടിടത്തേക്കാണ് പോകുന്നത്. അവിടെ ഇങ്ങോട്ട് ഓടിച്ചു വിട്ടേ? അവിടുന്ന് ഓടിച്ചു വിടും. ഇതേ അവിടെയായിരുന്നു 5 മണിക്ക് ഉണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടുന്ന് നിങ്ങൾ കണ്ടല്ലേ? ഇവിടുന്ന് ഞങ്ങൾ കണ്ടത്. ഞങ്ങളിത് അവിടെ എത്തിയതുണ്ടായിരുന്നുള്ളൂ. പട്ടി 2 കൂടെ ഇങ്ങോട്ട് കയറി വന്നു. ഇവിടെ കയറി വന്നു. ഇവിടുന്ന് പട്ടി ഇങ്ങോട്ട് കയറി വന്നു. ഇവിടുന്ന് കുരച്ചു. പട്ടി കുരച്ചപ്പോൾ ഇത് കൊണ്ട് വേറെ റോഡ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വരുന്നേ. അങ്ങനെ വന്നോ? അങ്ങനെയാണ് ഇവിടെ എത്തിയല്ലേ? അവനവിടെ കിടന്ന് കാർന്ന് നമ്മൾ കേട്ടോ അല്ല വരുന്നേ. ഇതാണോ ഈ പട്ടിയാണോ? ഇതുകൊണ്ട് വേറെ ഒരെണ്ണമുണ്ട്.
വഴി കാണിച്ചോ ഞങ്ങൾക്ക്? ഇതിൽ താഴോട്ട് ഇറങ്ങിപ്പോയതുണ്ടോ? ആ ഇതിലിങ്ങനെ അല്ലേ? ആ അതാ ഇങ്ങനെ. നിങ്ങൾ എന്നിട്ട് മുകളിലേക്കൊക്കെ പോയാലോ? ആ ഞങ്ങളിത് മൊത്തം അരിച്ചു ഇറക്കി. അല്ലേ? അന്ന് നിൽക്കൂല, പാഞ്ഞു പോകൂല. ഇതിൻ്റെ അപ്പുറം എല്ലാം പൊട്ടുണ്ടെന്നേ. അതെ അതെ അതെ. പിന്നെ അതിനങ്ങനെ പേടിയില്ലാത്തതുകൊണ്ട് അത് മിക്കവാറും ഇതിൻ്റെ അകത്ത് തന്നെ കിടപ്പുണ്ടാവും. ഈ വഴിക്കല്ലേ? താഴേക്കാ പോണ്ടേ? ആ ഇതിൽ താഴോട്ട്. പോ. മൊത്തം റബ്ബർ തോട്ടങ്ങളാണ്. ഇത് വെട്ടുന്നതാന്ന് തോന്നുന്നു അല്ലേ? ഓ ഇവിടെയൊക്കെ വന്ന് വെട്ടുന്നവരുടെ ഒരവസ്ഥ മുകളിലേക്ക് നോക്കി ഒന്നും കാണിയല്ല കേട്ടോ. ഇത് എന്നെ കടുവ എന്നാലും കാണിയല്ല സ്ഥലത്തിൻ്റെ ഒരു സ്ഥിതി. തൊട്ടടുത്ത വീട്ടിലെ രീതിയിൽ എൻ്റെ പട്ടിയും പോയിട്ടുണ്ട്. അവൻ്റെ കൂടെ അവിടെയാ അവൻ കയറി വന്നത്. ഇങ്ങനെ ആ ഇല്ലി വെക്കുന്നില്ലേ, അതിന്റെ മേളിൽ ആ കശുമാവിന്റെ വീട്ടിൽ ഇരിക്കുമായിരുന്നു. ഒരു 5-6 ആയപ്പം ഈ പുലി പുള്ളി താഴേന്ന് കയറി വന്നത് കടയിൽ പോകാൻ വേണ്ടി. എന്നാലും അവിടെ ഇരിക്കുക. അവിടുന്ന് നേരെ ഇത് വന്ന് ഈ ചപ്പിനകത്ത് കിടന്നു നിന്നു. ഇവൻ അപ്പുറം പോയി മറ്റേ മല ജെയ്സ് എന്ന് പറയുന്ന ഒരു പുള്ളിനെ വിളിച്ചോണ്ട് വന്ന് നേരെ ഒരു കല്ലൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടപ്പോൾ ഇത് നേരെ ഇങ്ങോട്ട് പോകും. ഇങ്ങോട്ട് കയറി ഇങ്ങനെ ഓടിയില്ലേ? എന്നിട്ട് അവിടെ വന്ന് നിന്ന് നേരത്തെ കണ്ട സ്ഥലത്തെത്തി. നേരത്തെ കണ്ട സ്ഥലത്ത് ഇന്ന് രാവിലെ കണ്ടത് അത് അവിടെ ആ മാവിന്റെ ഒട്ടി വേറെ ഇങ്ങോട്ടാ. ഇതും മിച്ചഭൂമിയാ? ഇതും മിച്ചഭൂമി. ഇത് മറ്റേ പണിയർക്ക് കൊടുത്തേക്കുന്നത് ആദിവാസികൾക്ക്. മിച്ചഭൂമിയിലാണ് കേട്ടോ ഈ സംഭവം ഒക്കെ നടക്കുന്നത്. ഇന്നലെ 5 മണിക്കല്ല കണ്ടേ. ഇതിൻ്റെ അകത്ത് തന്നെ ചിലപ്പം കാണുന്നേ. അതിന് പടക്കമൊന്നും പൊട്ടിച്ച് പേടിയൊന്നും ഇല്ലാത്തതല്ലേ? പേടിയൊന്നുമില്ല. മിക്കവാറും അതിൻ്റെ അകത്ത് തന്നെ. അവൻ്റെ പേരന പട്ടിയുടെ പേരന ടൈഗറോ? അപ്പം പിന്നെ ഇവിടെ വേറെ ടൈഗർ വരികയല്ലായിരിക്കും. അതെ അതെ. പിന്നെ ഇപ്പോൾ പുലി മാത്രം മതിയല്ലോ, ടൈഗർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അവൻ്റെ പേര് ടൈഗർ എന്നാണ് കേട്ടോ. ഉണ്ടോ മിച്ചഭൂമി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടോ എല്ലാം തെളിച്ചിട്ടിരിക്കുന്നത്. ചിലപ്പം പറയാൻ പറ്റില്ല, നോക്കാം. മാറാല്ലേ? എല്ലാം കൊണ്ട് സൗകര്യം പുലിക്ക്. രാവിലെ ഇവിടുന്നാണ്ടേ? മറ്റേ രവിയേട്ടൻ ഇവിടുന്നാണ്ടല്ലേ? രവിയേട്ടൻ ഈ വീട്ടിലെ ചേട്ടൻ്റെ കുട്ടിയാണ് കണ്ടത്. ഈ ചേട്ടനാണ് നേരിട്ട് കണ്ടത് കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? രവി. ഇന്നലെ എപ്പോഴാണ് സംഭവം കണ്ടത് ആദ്യം? ഇന്നലെ കണ്ടപ്പോൾ ഇന്നലെ രാവിലെ കണ്ടപ്പോൾ പിന്നെ കാലമായപ്പോൾ ഞാൻ കണ്ടത്. ഇന്നലെ രാവിലെ? ഇന്ന് രാവിലെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇവരൊക്കെ വിളിച്ചപ്പോൾ ഇവരെ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. പിന്നെ സന്തോഷം എന്ന് പറഞ്ഞ ഇയാള് പിന്നെ ഈ വറവ് ജോലി അവരെ നമ്പറൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ മറ്റേ ഇവരെ പോയി വിളിച്ചിട്ട് ജയ്സനെ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു. അവരെയാണ് എനിക്ക് ഇപ്പൊ കൂട്ടിലുള്ളത്. ഇവിടെ നിങ്ങൾ എത്ര വീട്ടുകാരുണ്ട് ഇവിടെ? ആ വീട്ടിൽ ആളുണ്ടോ? 3 പേര്. ആ വീട്ടിൽ ആളുണ്ട്? 3 പേര്. അല്ലേ? 3 പേര് എന്ന് പറഞ്ഞാൽ ആളുടെ ഫാമില്ല. ഓഹോ. അപ്പൊ ഇന്നലെ കണ്ടിരുന്നല്ലേ? ഇന്നലെ കണ്ടു. ഇന്നലെ വൈകിട്ട് എത്ര മണിക്കാണ്ടേ? വൈകിട്ട് ഒരു 5:30 അത് ഏത് ഭാഗത്ത് കണ്ടേ? ഇത് തൊട്ട് മുകളിൽ, ഈ മുകളിൽ കാണുന്ന ഭാഗത്തുനിന്നല്ലേ? അത് കണ്ടപ്പോ എന്താ പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് ഞാൻ പേടിച്ചൊന്നുമില്ല. എന്നെ കണ്ടിച്ച് പിന്നെ ഒന്ന് മാറി എന്നുള്ളൂ. ഇങ്ങനെ അങ്ങോട്ട് ഓടിപ്പോയേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പുലി തന്നെയാണല്ലേ? പുലി തന്നെ നേരിട്ട് കണ്ടാണല്ലേ? അതിനുശേഷം ഇവരെയൊക്കെ വിളിച്ച് അറിയിക്കായിരുന്നല്ലേ? ഇവരെ വിളിച്ചാൽ കിട്ടിയല്ല. ഇവര് ഒച്ചയാട്ടനെ അത്രേ ഉള്ളൂ. ഇവരെ നമ്പർ എന്റെ കയ്യിൽ ഇല്ല.
മരത്തിലടിച്ച് ആ ഒച്ച ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങളിത് കേട്ടിട്ട് കേൾക്കുന്നത് അങ്ങോട്ട് വരുന്നല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ എന്നിട്ട് ഇന്നലെ ഫോറസ്റ്റുകാർ വന്നിരുന്നോ? ഇന്ന് രാവിലെ അല്ലേ ഫോറസ്റ്റുകാർ വന്നത്? രാത്രി ഇന്ന് രാവിലെ ഫോറസ്റ്റുകാർ വന്നിട്ട് മൊത്തം തപ്പിയെടുത്ത് പോയതല്ലേ? ആണല്ലേ. ആ ഇന്നലെ അല്ല, ഇന്ന് വന്നായിരുന്നു. ഇന്നും വന്നായിരുന്നു അല്ലേ? രണ്ട് പ്രാവശ്യം വന്നായിരുന്നു അല്ലേ? അപ്പം നിങ്ങൾ എങ്ങനെ താഴേക്ക് എങ്ങനെ റോഡിലേക്ക് എങ്ങനെ ഏത് വഴിക്കാണ് പോകുന്നത്? ഏത് ബൈക്ക് ഞങ്ങൾക്ക് തിരിച്ചു പോകാം. ഇവിടെ ഇതിന് മുന്നേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പുലിയോ അങ്ങനത്തെ എന്തെങ്കിലും? അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഒന്നും ഞങ്ങൾ ഇതുവരെ കണ്ടില്ല. ഇതിപ്പോ ഒരു 2-3 വർഷമായി ഇപ്പൊ ഇത് ഒരു ക്വാളിറ്റി ആണല്ലേ. ഇതിന് മുന്നേ ചേട്ടൻ്റെ ഇവിടുത്തെ വളർത്തുനായനെ അങ്ങനെ വല്ല പിടിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് അങ്ങനെ കേട്ടിരുന്നു. അങ്ങനെ പണ്ട് കാലത്തൊന്നും ഇല്ല. ഇപ്പൊ ഈ അടുത്ത് മാത്രമേ ഉള്ളൂ. അതെന്നാ സംഭവം ഉണ്ടായേ? മിഞ്ഞാന്ന് ഇവിടുത്തെ പട്ടീനെ? എന്റെ പട്ടീനെ. അല്ലേ. അതെന്താണ് സംഭവം എന്ന് പറയാമോ? സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടില് കിടന്ന് ഉറങ്ങുമായിരുന്നു. എത്ര മണിയായപ്പോ? ഒരു ഞാന് പണി സീണി എടുത്ത് വരുമ്പോ ഒരു 8:45 ഞാൻ കിടന്നുറങ്ങിപ്പോവും. അന്നേരം പിന്നെ 8:45 കിടന്നുറങ്ങിപ്പോവും. അന്നേരം പിന്നെ ഈ നായി ഭയങ്കര ഒരു 12 കാലായപ്പോ പിന്നെ കിടന്നിട്ട് ഒരേ ചീറല ബഹളം ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതാ ഇങ്ങോട്ട് വരണം. ഇതാ പുലി മാന്തിയാണ് ഇത്. പുലി മാന്തിയത്. ഓഹോ. പുലി മാന്തിയത്. ഇവിടുന്ന് പിടിച്ചത്? ഇവിടുന്ന്. നായിനെ കാണിക്കണം. ചേട്ടൻ ഇറങ്ങി വന്നു. ഞാൻ പിന്നെ വിചാരിച്ചു പിന്നെ എന്തെങ്കിലും തൂറാനായിക്കോന്ന് ഞാൻ വിചാരിച്ചത്. വന്ന് നോക്കിയപ്പോ നായിന്റെ ഇവിടേക്ക് പിടിച്ചു. കടിച്ചു പിടിച്ചു. ഞാൻ എന്താക്കിയ എനിക്ക് ഒരു സമയമില്ലാതെ ഈ നമ്മളെ പലകയില്ലേ, പണ്ടത്തെ ഒരു പലകയില്ലേ ഇരിക്കുന്ന പല, അതെടുത്ത് ഒറ്റ ഏറ് വെച്ച് കൊടുത്തു. പുലി ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. പട്ടിയുടെ പരിക്കുണ്ടോ? പരിക്കുണ്ട്. ഒന്ന് കാണിച്ചു തരാമോ? ഇവിടെ ഉണ്ട്. ഇനി എത്രയും ഞാൻ കാണിക്കണ്ടേ? അല്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. അല്ലെങ്കിൽ അവിടെ കിടത്തിയാൽ മതി, ഞാൻ അങ്ങോട്ട് നിന്നോളാം. ചേട്ടാ അവിടെ കൊച്ച അങ്ങോട്ട് പോ. നീ അങ്ങോട്ട് പോന്നേ. കടിക്കുന്ന പട്ടിയാലേ? ചിലപ്പോ വേദന എടുത്തിരിക്കുന്നുണ്ട്. ഉണ്ടാവൂലേ? അപ്പോ വെറുതെ ചുമ്മാ ഫോട്ടോ എടുക്കണ്ട. എന്നത്തിന് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് പോകുന്നത്? വെറുതെ ചുമ്മാ ഫോട്ടോ എടുത്തിട്ട് പോകുന്നത്. നമുക്ക് ഒരാവശ്യം കിട്ടിയാല. അങ്ങോട്ട് വരണ്ട. അങ്ങോട്ട് കുറച്ചും പറഞ്ഞു. കടിക്കൂലേ? കഴുത്തിന് നല്ല മുറിവുണ്ട് കേട്ടോ. ഇത്ര ഫോട്ടോ എടുത്തോണ്ട് പോയി. ഒരു മരുന്നോ ആരെങ്കിലും ചെയ്തോ? അതിന് മരുന്ന് ഇതാക്കിയായിരുന്നോ? എവിടെ എൻ്റെ മാഷെ? ജിമിച്ചൻ പറയാ മറ്റേ മരപ്പെട്ടി കടിച്ചെന്ന്. ചോര അടിക്കുന്നുണ്ട്. അത് ഭയങ്കര ഇതാട്ടോ. അത് കൊച്ചു ഇങ്ങോട്ട് മാറി. മെമ്പർമാരൊക്കെ വന്നായിരുന്നല്ലേ? മൊത്തം വന്നായിരുന്നു. പിന്നെ എൻ്റെ ബായിലത്തെ പിന്നെ ഇളക്കണ്ട, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചേട്ടൻ്റെ വിഷമമാണ് അത്. നമുക്കറിയാം, അത് വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നവർക്ക് അറിയാം അതിൻ്റെ വിഷമം എന്നാന്നുള്ളത്. പട്ടിയെ പുലി പിടിച്ചിട്ട് ആരും അതിന് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനോ ഒരു മരുന്ന് കൊടുക്കാനോ ആരും ഇങ്ങോട്ട് കയറി വന്നില്ല എന്നുള്ളതാണ് ചേട്ടൻ പറഞ്ഞതിൻ്റെ കാര്യം. എല്ലാവരും വന്ന് വീഡിയോ എടുത്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് പോകുന്നതല്ലാതെ ഇതാണ്. ഇന്നലെ ഫോറസ്റ്റുകാരന് ഇവിടെ വന്നിച്ച് നോക്കിച്ച് പോയതാ. അന്നേരം പറയാ പിന്നെ മറ്റേ പക്കാൻ കടിച്ചതെന്ന്. ചേട്ടൻ നേരിട്ട് കണ്ടല്ലേ? നേരിട്ട് കണ്ട. കടിക്കുന്ന പട്ടിയാന്ന്. പക്ഷേ ആ പട്ടിക്ക് ഇപ്പോൾ അനങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ. അത് ഭയങ്കര അവസ്ഥയിലായിട്ടുണ്ട്. പട്ടിക്ക് മേത്തുനിന്ന് ചോരയൊക്കെ ഒലിക്കുന്നുണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ പട്ടിയുടെ കാര്യം പോക്കാണ്. പിന്നെ ഫോറസ്റ്റുകാർ വന്നിട്ട് എന്താ പറഞ്ഞത്? അവർ വൈകുന്നേരം വന്ന് ക്യാമറ വെക്കാന്ന് പറഞ്ഞത്. ഇന്ന് വൈകിട്ടാ വന്ന് ക്യാമറ വെച്ച് അത് കഴിഞ്ഞിട്ട് കൂട് വെക്കാന്നുള്ള ഒരു ഇതിൽ അവർ പറഞ്ഞിട്ട് പോയത്. വരുമെന്ന് പറഞ്ഞാൽ ഒരു 4 മണി 4-5 മണിയാകുമ്പോൾ എത്തൂല. ഈ വീട്ടിലെ പട്ടിയാണ് കഴിഞ്ഞ ദിവസം പുലി പിടിച്ചോണ്ട് എന്ന് പറയുന്നത്. നമ്മളിവിടെ എൻ്റെ ഇവിടെ കുറേ പട്ടികളുണ്ട് കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ലിസമ്മ കൂറ്റനാൽ. എന്നാ സംഭവം ഉണ്ടായേ? ഇത് ബുധനാഴ്ച രാത്രിയില്ലേ? കണ്ടോ? നേരിട്ട് കണ്ടോന്ന് ചോദിച്ചാൽ ഇത് നമ്മളെ പറഞ്ഞാലേ ഇല്ല, ഒച്ച കേട്ടെ. നമുക്ക്
പുലിയാന്ന് അറിഞ്ഞുകൂടല്ലോ. അതെ അതെ. അപ്പൊ ഇതിൽ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു 10-60 ഏക്കർ സ്ഥലമാണ്. അപ്പം ഭർത്താവ് പഠിച്ചിട്ട് 10-15 കൊല്ലമായി. അപ്പൊ മോൻ വിദേശത്ത് ആയതുകൊണ്ട് നമ്മുടെ പ്രൊട്ടക്റ്റ് ആണ് ഈ പട്ടികളെല്ലാം. എത്ര പട്ടികളുണ്ട് ഇവിടെ? 5 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ പട്ടികളായതുകൊണ്ട് നമ്മുടെ കൺട്രോളില്ല, കാരണം കടിക്കുന്ന പട്ടികളൊന്നും അല്ല. അപ്പം കോമ്പൗണ്ട് റൂട്ട് അങ്ങനെ പോകാറുമില്ല, വലിയൊരു ഏരിയ ഉണ്ട്. അപ്പം പ്രത്യേക കൂടുമുണ്ട്. അപ്പൊ ഞാൻ പറമ്പിലേക്കൊക്കെ പോകുമ്പോൾ കൃഷിയിടയ്ക്ക് പോകുമ്പോഴേ എന്റെ സെക്യൂരിറ്റി വരുന്നതാണ് ഈ പട്ടികൾ, പണിക്കാരുടെ കൂടെ. അപ്പം ബുധനാഴ്ച ഇതുപോലെ ഒരു 8:30 ആയി കാണും സമയം. അപ്പൊ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും അഴിച്ചുവിട്ട സമയമാണ്. അന്നേരം നമ്മുടെ വീടിന്റെ ഒരു വലതുവശത്തെ ഒരു ഒച്ചപ്പാട് കേൾക്കാം. അപ്പൊ ഈ പൂച്ചയൊക്കെ ഓടിക്കുന്ന സ്വഭാവമുണ്ട് അവിടെ ഈ ഭാഗം കൊണ്ട്. അപ്പം പൂച്ചയൊക്കെ ഓടിക്കുന്ന സ്വഭാവമുണ്ട് ഈ പട്ടിയൊക്കെ എല്ലാവരും കൂടി കഴിയുമ്പോ. അന്നേരം ഞാൻ ഓർത്ത് പൂച്ച ഓടിക്കാന്ന് ഓർത്ത് ഞാൻ ചാടി വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതെല്ലാം വെള്ളം ഉണ്ടാക്കുന്ന പൂച്ചക്കൊല്ലുവാണെന്ന് ചോദിച്ചു. ഞാൻ ഇതിനെ വഴക്ക് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വരയ്ക്കകത്ത് കയറുകയും ചെയ്തു. ഫുഡ് എടുത്തുകൊണ്ട് വരുമ്പോൾ അതിലൊരു പട്ടിയില്ല. ഫുഡിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ ഞാൻ ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിരിക്കും ഓർത്ത് വിളിച്ചുകൊണ്ട് നടന്നു. പിന്നെ കണ്ടിട്ടേ ഇല്ല. ഒരു 8:30-8:45 രാത്രിയിലെ ബുധനാഴ്ച രാത്രിയിലെ. അപ്പം വ്യാഴാഴ്ച രാവിലെ നമുക്കൊരു കല്യാണ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മള് പിന്നെ അതിന് പോകാൻ തുടങ്ങുന്നു. അപ്പൊ പണിക്കാരെത്തി. അപ്പൊ സാധാരണ പണിക്കാർ വരുമ്പോൾ സ്വീകരിക്കുന്നതും പറമ്പിൽ കൊണ്ടുപോകുന്നതല്ല ഈ പട്ടിയാ. എന്നിട്ട് ഞാൻ നെയ്വേഴ്സിനൊക്കെ ഫോൺ ചെയ്ത് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ കണ്ടോ ചെയ്തപ്പോ, കാരണം വേറെ വീട്ടിൽ പോകാറില്ലല്ലോ പട്ടി. അപ്പൊ ആരും കണ്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ അയലോക്കത്ത് പുള്ളി വന്ന കാര്യമൊന്നും അറിഞ്ഞുമില്ല. കാരണം നേരത്തെ ഒരു കടുവ വന്നറിഞ്ഞതുകൊണ്ട് അന്നേരം തൊട്ട് നമ്മൾ ശരിക്കും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പട്ടി എപ്പോഴും പൂട്ടി വളരെ നോക്കും, കാരണം ഇത്രയും നമ്മൾ കാര്യമായിട്ട് നോക്കുന്നതാണല്ലോ. അപ്പം അന്നേരമാണ് അറിയുന്നത് ഇതുപോലെ. ഇന്നലെ 5 മണിയായപ്പം നമ്മൾ കല്യാണം എല്ലാം കഴിഞ്ഞ് വന്നു. പലരോടും ചോദിച്ചപ്പോൾ പട്ടിപ്പൊരു വിവരവും ഇല്ല. കൃത്യം ഒരു 5 മണിയായപ്പോൾ കേൾക്കാം രബി എന്ന് പറഞ്ഞ വ്യക്തിയുടെ പുലി ഇറങ്ങി, പുലി ഇങ്ങനെ ഒച്ചപ്പാട്. അപ്പൊ ഞാൻ തന്നെയാണ് പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു പറയുന്നതും. അപ്പൊ ഞാനിങ്ങനെ കടയിലേക്ക് വിളിച്ചു പറഞ്ഞു. അവരാണ് പഞ്ചായത്ത് മെമ്പറെ വിടുന്നതും അതുപോലെ ഫോറസ്റ്റിനെ അറിയിക്കുന്നതും ഒക്കെ നമ്മുടെ നേരിട്ടാ. അപ്പൊ എന്റെ മോൾ വിദേശത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മോളാണ് അവരോട് വിളിച്ചു പറയുന്നത്. പിന്നെ ക്രോസാ, ഒരു പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു 10-35 കിലോ ഉള്ള നല്ലൊരു സൈസ്. ഇതൊന്നും വരടാ, ഭയങ്കര നല്ല വലിപ്പമുള്ള പട്ടി. നാട്ടുകാരുടെ പ്രിയങ്കരായിരുന്നു, ഒരു ശല്യം ഒന്നും ഇല്ലാത്ത നല്ലൊരു പട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് പുലി കൊണ്ടുപോയി അത് മനസ്സിലാകുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാല് നമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പേടിയായി. ഇപ്പം തന്നെ പണിക്കാർ വന്നിട്ട് പറമ്പിലെ പണിക്കൂലി കൊടുത്തല്ല ഇന്നും അവർക്ക് പോകാൻ പേടിയാ. കച്ചന്തോട്ടം മൊത്തം തെളിച്ച് നടക്കുക. അത് തന്നെയല്ല ഇപ്പൊ നമ്മളെ സംബന്ധിച്ചത് തൊട്ട് താഴെ ഒരു വിദേശത്ത് അമേരിക്ക ജോലി ചെയ്യുന്ന വീടാ, പറമ്പുവാ. എല്ലാം കാട് പിടിച്ചിടക്കുവാന്നേ. അങ്ങോട്ട് കൊണ്ടുപോയാൽ പോലും നമ്മൾ അറിയുന്നില്ല. അതൊരു പ്രശ്നമാണ്, വെറുതെ ഇട്ടേക്കുന്ന. അപ്പൊ അതൊക്കെ ഒന്ന് തെളിക്കുവാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരം ഉണ്ടായിരുന്നേ. അത് കാരണം ഇപ്പം എനിക്കാണ് കശുവണ്ടിയായി, എനിക്കിപ്പം പറമ്പിലേക്ക് പോകാൻ പേടിയായി. അല്ലെ ഞാൻ ഈ സമയത്തൊക്കെ പോയി കശുവണ്ടിയൊക്കെ ഉച്ചരിഞ്ഞൊക്കെ പിറക്കുന്നതാ. വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ്, കാരണം നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്തേ. കാരണം ഈ പട്ടിയും കൂടി കൊണ്ടുപോകാൻ തുടങ്ങിക്കഴിഞ്ഞാലേ, കാരണം ഈയനം പട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയില്ല. ഇത് മറ്റേതെന്നൊക്കെ പറഞ്ഞാല് അവന് പേടിയില്ലാത്തൊരു പട്ടിയായിരുന്നു. നമ്മുടെ തൊട്ട് നെയ്വറെ രാത്രി 3 മണിക്ക് പാലെടുത്തിട്ട് വരുമ്പോൾ കാട്ടുപന്നി വന്നപ്പം ഈ പട്ടിയാണ് ആ പട്ടിയെ അവനൊക്കെ രക്ഷിക്കുന്നത്. കാട്ടുപന്നി ഓടിക്കുന്നൊക്കെ. അങ്ങനെ ഇവിടുത്തെ റബ്ബറോട്ടുകാർ വന്നു കഴിഞ്ഞാൽ ഈ പട്ടി അത്ര കഴിവുള്ള പട്ടിയായിരുന്നു. ഈ ശരിക്കും പറഞ്ഞൊരു വേട്ടപ്പട്ടിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലൊക്കെ ഈ കരിമൂർക്കനൊക്കെ വരുന്നുണ്ട് കാട്ടിൽ നിന്നൊക്കെ. ഒരു പേടിയില്ല. എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു 8 കൊല്ലമായിട്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നമ്മുടെ ജീവന്റെ ഒരു പോയത് സെക്യൂരിറ്റിയെ